ഹലോ. നമ്മളേ ഭയങ്കര തിരക്കിലായിരുന്നു കുറേ നാളായിട്ട്. ഒന്നുമല്ല, നമ്മളുടെ ഒരു പഴയ കെട്ടിടമാണ്. അതായത് 10-70 വർഷം മുന്നേ പപ്പ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു തട്ടുകൂട്ട് കെട്ടിടമാണ് കേട്ടോ. അതിൽ കുറേ റൂമുകളുണ്ട്. അതിൽ താഴെയുള്ള 2-3 റൂമുകളിൽ ഒരു റൂം നമ്മൾ അരിഷ്ടകട നടത്തുന്നു, ആയുർവേദത്തിൻ്റെ. പിന്നെ ഒരെണ്ണത്തിൽ ഒരു തയ്യൽക്കടയുള്ള ചേച്ചി വാടകയ്ക്ക് കൊടുത്തേക്കുന്നു. പിന്നെ ഒരെണ്ണത്തിൽ വേറെ റൂം ആൾ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുകളിലാണ് നമുക്ക് മൊത്തം 7 റൂമായിട്ട് പപ്പ വെറുതെ തിരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പപ്പയുടെ കാലശേഷം അപ്പോൾ എനിക്ക് തോന്നി പപ്പയ്ക്ക് അതൊരു ആഗ്രഹമായിരുന്നു അതൊക്കെ നന്നാക്കി എടുക്കണമെന്ന്. അപ്പോൾ പിന്നെ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. വെറുതെ അത് നമ്മളവിടെ ഇട്ടിട്ട് മുകളിൽ റൂമുകളുണ്ട് എന്ന് പറയാമെന്നല്ലാതെ അതിൽ നമുക്ക് ഈ ടൈൽ വർക്കോ അല്ലെങ്കിൽ വേറെ ഒരു വർക്കും ഇല്ല, അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പയ്യെ തുടങ്ങിയതാണ്. ആദ്യം ഷീറ്റ് മേഞ്ഞ് തുടങ്ങി സത്യം പറഞ്ഞാൽ അവസാനിക്കണില്ല. നമ്മളൊരു ചെറിയൊരു വീട്, ഒരു സാധാരണക്കാർക്ക് പറ്റിയൊരു ചെറിയൊരു വീട് തട്ടിക്കൂട്ടുന്ന പൈസ ആയിട്ടുണ്ട് ഇത് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ കേട്ടോ. ഇനിയും പണികളുണ്ട്. ഇപ്പോൾ റൂമുകളിൽ മാത്രം പണിയാണ് ഒരുവിധം നമ്മൾ തീർത്തേക്കണത്. നമ്മുടെ വീടിൻ്റെ സൈഡൊക്കെ ഒന്ന് തേക്കണം. ചെറിയ അത് പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള റൂമുകളൊക്കെ നമ്മൾ പണികൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഘട്ടം പറഞ്ഞാൽ ക്രാസി പൊളിച്ച് മേലായിരുന്നു. അത് മുഴുവൻ പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മൾ താഴെ വെച്ചിരിക്കുന്ന പോലെ തന്നെ കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ മുകളിലും മൊത്തം ഷീറ്റ് മേയാണ്. അപ്പോൾ നമ്മൾ അമ്മയുടെ പരിചയത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഷീറ്റ് മേയാൻ വിളിച്ചത് കേട്ടോ. 10-20 ദിവസം അവർക്ക് നമ്മുടെ താഴത്തെ ഒരു റൂമുണ്ട്. അപ്പോൾ ആ റൂമിൽ അവർ താമസിച്ചിട്ട് ഇവിടെ നിന്നിട്ടാണ് പണികൾ മുഴുവൻ, ഷീറ്റ് മേയൽ മുഴുവൻ അവർ ചെയ്തിട്ട് ഒരു 4-5 പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ വെൽഡിങ്ങും ഷീറ്റ് മേയലും മൊത്തം അവർക്ക് കൊടുത്തു. പിന്നെ ഓൾറെഡി ഇവിടെ നമുക്ക് ഈ ബാക്കിൽ 3 റൂം പപ്പ മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ തിരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ആൾ തന്നെയാണ് നമ്മൾ, പ്രസന്ന ചേട്ടനെ തന്നെയാണ് നമ്മൾ ഇവിടെ ബാത്റൂമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് കേട്ടോ. അപ്പോൾ ബാക്കിലുള്ള 3 റൂമുകളാണ് ഈ കാണുന്നത്. അതിൽ ഒരു വലിയ റൂമിൽ മാത്രമാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം എടുത്തേക്കണത്. പിന്നെയുള്ള 2 റൂമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഈ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഷീറ്റ് എടുത്തിട്ട് അതാണ് അവർ ഷീറ്റൊക്കെ ഇവിടുന്ന് മാറ്റുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് നമ്മുടെ ഈ റൂമിൻ്റെ ഉള്ളിലുള്ളൊരു ബാത്റൂം പണി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാത്റൂമുകളൊക്കെ ഒന്ന് കെട്ടണം, എന്നിട്ട് ഈ ബാത്റൂമൊക്കെ ഒന്ന് തേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ടൈൽ വർക്ക് ചെയ്യാനായിട്ട്. ഷീറ്റ് മേയൽ കഴിഞ്ഞ് അവർ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടനെ വിളിച്ചിട്ട് നമ്മൾ ബാത്റൂം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും വരികളൊക്കെ നമ്മൾ കട്ട കെട്ടി ഇതാക്കിയിട്ടുണ്ട്. ഇനി സൈഡ് നമുക്ക് തേക്കണം കേട്ടോ. അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. തൽക്കാലം വാടക കൊടുക്കാനുള്ള റൂമുകൾ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ റൂമിനും വാതിലുകൾ വെച്ചു, ജനാലകൾ വെച്ചു. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ മുകളിൽ സീലിങ് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ചൂടെടുക്കുമല്ലോ. അപ്പോൾ സീലിങ് ചെയ്തു. പിന്നെ നമ്മൾ ടൈൽസ് വർക്ക്, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈൽ വർക്ക് തുടങ്ങിയത് കേട്ടോ. പിന്നെ അതുപോലെ കുറേ പണികളുണ്ടായിരുന്നു. വെറുതെ ഈ റൂം മാത്രമായിട്ട് അങ്ങനെ ഇട്ടിട്ടേ, പിന്നെ അതുമല്ല കുറേ നാളങ്ങനെ പണിതിട്ടിട്ട് അതിൻ്റെ ആകെ ഒരു മുഷിച്ചിലൊക്കെ ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഈ സൈഡ് നമുക്ക് വൃത്തിയാക്കാനുണ്ട്. ഈ സ്റ്റെപ്പ് നമുക്ക് ഇനി പണിയണം. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് ഫ്രണ്ടിലുള്ള 4 റൂമുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ പഴയ ഈ 4 റൂമുകൾ കണ്ടോ. ഇവിടെയൊക്കെ സിമെൻറ്റാണ് ഇട്ടേക്കണത് കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഈ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുത്തത് അവിടെയൊക്കെ ടൈല് വിരിച്ച് പെയിൻറ്റൊക്കെ അടിച്ച് സീലിംഗ് വർക്ക് ചെയ്യണം. ഇവിടെ ബാത്റൂമിൻ്റെ പണികളാണ് ഫ്രണ്ടിൽ നടക്കണത് കേട്ടോ. ഇത് ഫ്രണ്ടിലുള്ള റൂമുകളാണ്. ഈ ഫ്രണ്ടിൽ 4 റൂമുകളുണ്ട്. മുകളിൽ ഇത് മുന്നേ വാടകയ്ക്ക് താമസിച്ച ആരോ വരച്ചതാണ് കേട്ടോ. ഇത് മരിച്ച പയ്യനാണെന്നാണ് പറയണത്. ഇവിടെ വാടകയ്ക്ക് താമസിച്ച ആരോ വരച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഈ 4 റൂമുകളിൽ 2 റൂമുകളിലാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം എടുത്തിട്ടുള്ളത്. പിന്നെ 2 കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും ഓഫീസ് ആവശ്യങ്ങൾക്കോ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കണം. അവർക്ക് തൽക്കാലം അതുവരെ ബാത്റൂമിൽ പോകാനായിട്ട് നമ്മുടെ ബാക്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പൺ ബാത്റൂമോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടെയും ബാത്റൂമുകളുടെ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരുവിധം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാത്റൂം വർക്കുകൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട് PC ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ.
PC ഗേറ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെയാണ് വീട്. അപ്പോൾ അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ 2 വീടുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര പണികൾ തന്നെയായിരുന്നു. ഇതിപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ പണി കണ്ടോ, നേരത്തെ കണ്ട സ്റ്റെപ്പാണ്, അതിപ്പോൾ അടിപൊളിയാക്കുന്നുണ്ട് ഈ ചേട്ടൻ. അപ്പോൾ സ്റ്റെപ്പ് അടിപൊളിയായിട്ട് തേച്ചു. പിന്നെ ആ സൈഡൊക്കെ കട്ട കെട്ടിയത് അതും തേച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കും എടുക്കണം. ഇത് നമ്മുടെ ലാലു ചേട്ടൻ, നിങ്ങൾ എൻ്റെ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല, പപ്പയുടെ ഒരു ഹെൽപ്പർ. അപ്പോൾ പുള്ളീനെയാണ് ആൾക്ക് ഹെൽപ്പറായിട്ട് കുറച്ചൊക്കെ നിർത്തിയത്. പിന്നെ ബാക്കി ചേട്ടന് പണിയുള്ള ദിവസം ചേട്ടൻ ചെയ്യും, പണിയില്ലാത്ത ദിവസം ചേട്ടൻ നിൽക്കും, പണിയുള്ള ദിവസം ഈ ലാലു ചേട്ടനെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കൂട്ടി കൊടുക്കലേ വേണ്ടു. അതാണ് ഇപ്പോൾ ഇത്രയും റൂമുകൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റൂമല്ല, റൂമിൻ്റെ ഉള്ളിലെ ബാത്റൂമുകൾ തേച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ആൾ താഴോട്ട് വന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ പണികൾ തുടങ്ങിയത് കേട്ടോ. കണ്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈൽ വർക്കാണ് ചെയ്യാനുള്ളത്. ഇത് കണ്ടോ, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ പണി കഴിഞ്ഞു. ഈ ഫ്രണ്ടിലുള്ള ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ടൈല് വിരിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്നാൽ നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാം, നല്ല കാഴ്ചയാണ്, നല്ല സൈറ്റാണ്. അതിപ്പോൾ ഞങ്ങളുടെ താഴെ തിണ്ണയിലായാലും മുകളിലെ തിണ്ണയിലായാലും ഇരുന്നാൽ നമുക്ക് മൊത്തം ഇവിടെ ഇരുന്ന് നേരം പോകുന്നത് അറിയില്ല. എത്ര നേരം ഇവിടെ നിന്ന് എനിക്കാനേ തോന്നില്ല. അത്രയും രസമാണ് ഇവിടെ ഇരിക്കാൻ, കാറ്റ് കൊണ്ടിട്ട്. അതുപോലെ വേനൽക്കാലത്തൊക്കെ അകത്തിരിക്കാണ്ട് ഇവിടെ സുഖമായിട്ട് അങ്ങ് ഇരിക്കാം. അപ്പോൾ വാടകയ്ക്ക് വരുന്നവർക്കായാലും സുഖമായിട്ട് മുകളിലൊക്കെ ഇരിക്കാനും കാറ്റ് കൊണ്ടിരിക്കാനും ഒക്കെ നല്ല ഒരു സ്പേസ് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി പ്ലംബിംഗ് ആണ് കേട്ടോ അടുത്തത്. പാലിൻ്റെ പണി കഴിഞ്ഞു. അടുത്ത പണി ചെയ്യുന്നത് പ്ലംബിംഗ് വർക്കാണ്. ബാത്റൂം ഉണ്ടാക്കിയാൽ പോരല്ലോ, അതിലേക്കുള്ള വർക്കുകൾ ചെയ്യണ്ടേ. ഒരുപാട് പൈപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ തീരുമെന്ന് വിചാരിച്ച്, പക്ഷേ തീരണില്ല. അതിൽ മേലെ പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും അതിൻ്റെയൊക്കെ ഒരു അധ്വാനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എന്നിട്ട് ബാത്റൂമിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ഒരുവിധം ബാത്റൂമിൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ടൈല് വിരിക്കാനായിട്ട്. ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കഴിഞ്ഞു കണ്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ടൈല് വിരിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ആദ്യം കോൺക്രീറ്റ് വർക്കാണ് അവർ ചെയ്യുക. അപ്പോൾ കോൺക്രീറ്റ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ടൈല് വിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ നമ്മൾ ടൈൽസ് വർക്കൊക്കെ കൊടുത്ത്, പ്ലംബിംഗ് ആയാലും ഇവിടെയുള്ളൊരു ഷിബിൻ ചേട്ടൻ ആളുടെ പണിക്കാരും കൂടിയിട്ടാണ് പ്ലംബിംഗ് വർക്കൊക്കെ. ആളുടെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ആൾ ചെയ്തത് കേട്ടോ. ചെയ്ത് വന്നപ്പോൾ ആൾക്ക് പിന്നെയും നമ്മൾ ഓരോ പണികൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയും തീർന്നിട്ടില്ല. ഇനി നമുക്കിവിടെ ഇൻവെർട്ടർ വെക്കണം, അല്ലെങ്കിൽ കറണ്ട് പോയാൽ റൂമിൽ താമസിക്കുന്നവർക്ക് ഇരുട്ടാവുമല്ലോ. പിന്നെ നമ്മളിവിടെ എയർ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇൻവെർട്ടർ ഇനി അടുത്ത ആഴ്ച പോയി വാങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ടൈൽസ്, ഈ ടൈലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. 4x2 ടൈലാണ്. അപ്പോൾ ഇത് അന്നമ്മേച്ചി റൂം, ഈ തയ്ക്കണ കടയിൽ നിന്ന് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇരുന്ന് തയ്ക്കാമല്ലോ, അത് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടുത്തെ മെഷീനും സാധനങ്ങളാണ് നമ്മുടെ തിണ്ണയിൽ ഈ ഇറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ആളിവിടെ സാധനങ്ങളും കയറ്റി ആൾക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം തുടങ്ങിയത് കേട്ടോ. ഇവിടെ ആദ്യം ഇട്ടു, പിന്നെ നമുക്ക് നമ്മുടെ അരിഷ്ടക്കടയിലിടണം. അങ്ങനെ ഈ 2 റൂമും കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. മുകളിൽ കുറേ സ്പേസ് ഉണ്ടല്ലോ ഇടാനായിട്ട്. അപ്പോൾ അത് മൊത്തം നമുക്ക് ഇടണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ തിണ്ണയൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് റൂമുകളൊക്കെ ഇട്ട് തുടങ്ങി കണ്ടോ. റൂമുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ബാത്റൂമും റൂമുകളൊക്കെ ഇട്ട് നനച്ച് ഇട്ടേക്കാണ് അവർ. അപ്പോൾ ഒരുപാട് പൈസ ചിലവൊക്കെ ആക്കിയിട്ട് അതൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. നമ്മൾ കുറച്ച് ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കുറച്ച് ഇങ്ങനെ തുടങ്ങി വെച്ചതാണ്. തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഭീകരമായ അവസ്ഥയായിരുന്നു. പൈസ ഈ പണിക്ക് ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഓരോരുത്തരെയും കഷ്ടപ്പാടാണ് ഓരോ വീടുകൾ കാണുമ്പോൾ എന്നുള്ളത് നമ്മളത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം അധ്വാനമാണ് ഒരു വീടൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അവരുടെ അധ്വാനം, പിന്നെ ഈ പൈസ എടുക്കുന്ന അവരുടെ അവസ്ഥയും ഒക്കെ നമുക്കിപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. ചിപ്പ് ചെയ്തിട്ടേക്കണം കേട്ടോ. കണ്ടോ, ടൈല് ഇടാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ ടൈലിടാൻ വേണ്ടിയിട്ട് ചിപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇവിടുത്തെ ടൈൽ വർക്ക് കഴിഞ്ഞ് ലാസ്റ്റാണ് ബാത്റൂമിലേക്ക് കയറുന്നത്, റൂമുകളിൽ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ.
അപ്പോൾ ആ റൂമുകളിലൊക്കെ ഇട്ടിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ ടൈല് നമ്മുടെ തിണ്ണയാണ്, മുകളിലെ തിണ്ണയാണ് കേട്ടോ. അത് പകുതി വരെ ഇട്ടിട്ടുള്ളൂ, ബാക്കി അവരിങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ അപ്പോഴേക്കും ഇവിടെ മുകളിലേക്ക് ഇടാനുള്ള 2 ടൈല് കുറവ് വന്നു. എന്നിട്ട് പിന്നെയും പോയി അതെടുത്ത് നമ്മളിടാണ് ചെയ്തത്. അപ്പോൾ പിള്ളേർക്ക് ടൈലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ കിടന്ന് നിരങ്ങാണ് കേട്ടോ പിള്ളേർ. ഇതാ, അപ്പോൾ ഈ മുറികളൊക്കെ നമുക്കിനി വൃത്തിയാക്കാനുണ്ട്. ഇവരോരോ കാർബോർഡും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്, ഈ പണി സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. ഇവിടെ കുറച്ച് കട്ടിലുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കിനി പെയിൻ്റ് അടിക്കണം. പിന്നെ റൂമിൽ താമസിക്കാൻ വരുന്നവർക്ക് മറ്റേ പെഡൽ ഫാൻ വെക്കാനുള്ള പരിപാടിയാണ്. കാരണം മുകളിൽ സീലിംഗ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് സീലിംഗ് ഫാൻ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ ചുമരുമ്മ വെക്കുന്ന ഫാനോ അല്ലെങ്കിൽ പെഡൽ ഫാനോ വെക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് കണ്ട നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഇത്രയും ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടൈല്. സീലിംഗ് ഇതാണ് കേട്ടോ, അലുമിനിയം ഫാബ്രിക്കേഷൻകാരാണ് സീലിംഗ് എടുത്തത്. അതും നമ്മുടെ PG പിള്ളേർ തന്നെ. ഇത് ഇലക്ട്രീഷ്യൻ പിള്ളേരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് വർക്ക് തുടങ്ങിയായിരുന്നു അതിൻ്റെ ഇടയിൽ. കാരണം സീലിംഗ് ചെയ്യുന്നതിന് മുന്നേ ഇലക്ട്രിക് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നേരെ അതിൻ്റെ ഇടയിൽ കൂടെ പെയിൻറ്റിങ് അത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ്റ് അടിക്കുക ചേട്ടനാണ് കേട്ടോ. ഭയങ്കര സ്പീഡാണ് ആൾ. അപ്പോൾ ആളാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ആൾ ഇത് കണ്ടപ്പോൾ ഇത്രയും ഏരിയ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ആളങ്ങനെ വേഗം അടിച്ച് ഒരു കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. കാരണം കുറേ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഈ കളറിന് മാറ്റാമെന്നുള്ള പരിപാടിയായിരുന്നു. വൈറ്റാണ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. അപ്പോൾ ഈ പിങ്കിനെ നമ്മളാദ്യം പ്രൈമർ അടിച്ച് കളറ് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം പ്രൈമർ അടിക്കണം, എന്നിട്ട് വേണം വൈറ്റ് അടിക്കാനായിട്ട്. പിന്നെ റൂമുകളിലൊക്കെ ഈ ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തേക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ താഴത്തും പെയിൻ്റ് അടിച്ചു, അവിടെയും ലൈറ്റ് ബ്ലൂ തന്നെ കൊടുത്തു. ഇത് മുകൾ ഭാഗമാണ് കേട്ടോ. നമ്മൾ വാടകയ്ക്ക് വെക്കാൻ ഉദ്ദേശിച്ചാണ് മുകൾ ഏരിയ മാത്രമാണ് ഞാൻ കാണിച്ചേക്കണത്. താഴത്തും നമ്മൾ മൊത്തം റൂമുകൾ നീല, ഇവിടെയും നീല തന്നെ. പിന്നെ പുറം ഭാഗത്ത് വെള്ളയും പിന്നെ തൂണുകൾക്ക് നീലയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഈ ചേട്ടനിപ്പോൾ പെയിൻ്റ് അടിച്ച് മായ്ച്ച് കളയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കളറൊക്കെ മാറ്റിയിട്ട് നമ്മൾ ബ്ലൂ ആക്കണം. ഇപ്പോൾ ഇവിടെ ടൈൽ വർക്ക് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ബാത്റൂമിലെ ടൈൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പെയിൻ്റ് അടിക്കാൻ വന്നത്. ഈ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ ക്ലോസറ്റും പൈപ്പ് ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്ന പണികളുള്ളൂ. കണ്ടോ, ഒരുവിധം പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. താഴത്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ആൾ മുകളിലേക്ക് പോയത്. കേട്ടോ, ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ തിണ്ണ കണ്ടോ, ഇപ്പോൾ അടിപൊളിയായില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഒരു റൂം. അപ്പോൾ ഈ റൂമിൽ കട്ടിലുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് പെയിൻ്റ് അടിക്കണം ഇനി. ഇതിലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതാ. അങ്ങനെ കിടന്നത് ഇങ്ങനെയായിട്ട് അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടുത്ത റൂം എന്ന് പറയണത് നമുക്ക് കാണാം. ഇതാണ് അടുത്ത റൂം. ഇവിടെയും ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ വേറെ 2 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ അധ്വാനവും അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ ഒരു ലെവലിൽ. കാരണം മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കട്ടയും സിമെൻറ്റും ഇതൊക്കെ മുകളിലേക്ക് കയറ്റണം. അതുപോലെ ജനാലയൊക്കെ നല്ല വെയിറ്റായിരുന്നു, അത് കയറ്റണം. അതിൽ പൊടികൾ, ടൈൽസ് വർക്കിനുള്ള പൊടികൾ കയറ്റണം. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വെച്ചാലും സംഭവം പണിത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് പെയിൻറ്റ് വെള്ളയും നീലയും അടിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ താമസിക്കാനായിട്ട് ആൾക്കാർ വേണം, വാടകക്കാർ വേണം. അപ്പോൾ ഒന്നുകിൽ ഇത് മൊത്തം ഗോഡൗണായിട്ട് കൊടുക്കാനായിട്ടും ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ PG-യിലൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാർ ഈ KFRI, ഇവിടെ ഒത്തിരി ഗവൺമെൻറ് സ്ഥലങ്ങളുണ്ടല്ലോ, വാട്ടർ അതോറിറ്റി, KFRI അല്ലെങ്കിൽ ഇറിഗേഷൻ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് രാത്രി വന്ന് താമസിക്കാനായിട്ട് മാസവാടകയ്ക്ക് താമസിക്കാം. പിന്നെ അതല്ലാതെ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ പിൻഭാഗമുണ്ട്, അവിടെ ഒരു 3 റൂം കാണിച്ചു തരുന്നില്ലേ. അപ്പോൾ 3 റൂമും അവിടെ ഒരു വലിയ വർക്ക് ഏരിയ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ചെറിയൊരു ഫാമിലിക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ അത് നമുക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കണത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫാമിലീസിന് അങ്ങനെ ഒരാൾ വരാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആർക്കും ആ ഭാഗം കൊടുക്കില്ല, അത് മൊത്തത്തിൽ അവർക്കായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ റൂമായിട്ട് തിരികെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും
പിന്നെ 2 റൂമുകൾക്കുള്ള ഓപ്പൺ ബാത്റൂമും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം നല്ല ഫോഴ്സിൽ വരാനായിട്ട് നമ്മൾ എയർ പമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓപ്പൺ ബാത്റൂം കേട്ടോ. അപ്പോൾ ഇത് അതെ എയർ പമ്പ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം വരും. കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കണം. അതാണ് അടുത്ത പരിപാടി. പിന്നെ ഇത് അവിടെയൊക്കെ മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് പൊടി കയറാണ്ടൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക് ഏരിയ പോലെ നമുക്ക് അടുക്കള പോലെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 റൂമുകൾക്ക് പിന്നെ ഇതേ ഇവിടെ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കൈ കഴുകാനും വെള്ളം എടുക്കാനായിട്ട് സൗകര്യത്തിന് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ. ഇനി ചെറിയ പണികളെന്ന് വെച്ചാൽ ഈ തൂണൊക്കെ ഉണ്ടല്ലോ, ഈ ടൈലിട്ടതിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ഒന്ന് തേക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡ് തേക്കാനുണ്ട്. അപ്പോൾ ആ സൈഡ് തേക്കുന്ന കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.